ഹായ്, ഐ എം ഡോക്ടർ ശ്രീലക്ഷ്മി, അമൃതലക്ഷ്മി ആയുർവേദിക് ഹെൽത്ത് കെയർ പേട്ട. തന്നെ ഭയങ്കരമായ ചൂടും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് ബ്ലിസ്റ്റേഴ്സൊക്കെ ഫോം ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് ദേഹത്ത് അപ്ലൈ ചെയ്താൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ശരീരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം വെച്ചാൽ റെഗുലറായിട്ട് ഒരു ദിവസം തന്നെ 1-2 പ്രാവശ്യം കുളിക്കുക. ശരീരം മാക്സിമം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പുറമേ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അകമേ നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുക. പിന്നെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ വെയറിങ് ക്ലോത്ത്സ്, അതിലും തുണികളായിരുന്നാലും പക്ക കോട്ടൺ തുണികൾ, അതും കുറച്ച് ലൂസായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. കാര്യം നമുക്ക് പുറമേ കാണുന്ന എക്സ്പോസ്ഡ് ഏരിയാസിൽ ഇപ്പോൾ സൺബേൺ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുരുക്കളോ ഇച്ചിങ്ങോ ഒക്കെ വന്ന് നമ്മൾ കാണും. പക്ഷെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. പക്ഷെ അവനവൻ്റെ ശരീരത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ കെയർ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റേർണലി എക്സ്റ്റേർണലി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമേ സോൾവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോകാനായിട്ട് നോക്കുക. പിന്നെ വെള്ളം കുടിക്കുന്നത് ക്ലിയർ ചെയ്യുക. ഫുഡ് കഴിക്കുന്നതിൽ കൂടുതലും ശരീരത്തിൽ ചൂട് കൂടാത്ത രീതിയിൽ, അതായത് തണുപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പുറമേ നമുക്ക് വേറെ ക്ലോത്ത്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പുറമേ നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ സ്കിന്നും ഓരോ തരത്തിലാണ്, ഓരോരുത്തരുടെ പ്രകൃതിയും ഓരോ തരത്തിലാണെന്ന് പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോ തരത്തിലാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരേ അസുഖം പലർക്കും വന്നെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് ചികിത്സിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ, നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ആയുർവേദ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്രധാര ചെയ്യാൻ പറ്റും. തക്രധാര എന്ന് പറഞ്ഞാൽ ശിരസിലും ചെയ്യാം, അതുപോലെ തന്നെ അധോഭാഗം കഴുത്തിന് കീഴ്പോട്ടും നമുക്ക് തക്രധാര യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ് ഞവരക്കിഴി. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാന ട്രീറ്റ്മെൻറ്റ്സ്. അതിൽ ശിരസിൽ നമ്മൾ കൊടുക്കുന്നത് തക്രധാരയാണ്. അതേ തക്രധാര തന്നെ നമുക്ക് ശരീരത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ കേസുകളൊക്കെ ഉണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കരമായ ചൂട്, ഭയങ്കരമായി വിയർക്കുന്നു, ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ശരീരം അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടും ഒരു ബേണിംഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞവരക്കിഴി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യത്തിൽ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും.